ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. ഇപ്പോൾ സമയം 2 മണിയൊക്കെ ആവാനായി. ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നു, മോളും സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്കെന്നാൽ ഭക്ഷണം കഴിച്ചാലോ? മോൾക്ക് ഉച്ചവരെയൊക്കെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ചോറ് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് തന്നെ ഞാൻ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുന്നത്. പിന്നെ ഫ്രൂട്ട് ബ്രേക്ക് എന്നിട്ട് ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൊടുത്തയക്കും. ഉച്ചക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾ വീട്ടിലെത്തും. അപ്പോൾ അവൾ നന്നായി വിശന്നിട്ടായിരിക്കും വരിക. ഇപ്പോൾ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചോറും പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു വറവ്, അതായത് തോരൻ പോലത്തെ ഒരു ഇതും പിന്നെ തക്കാളി കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ആ കളർ ഒരു വല്ലാത്ത കളറ്. ഞാനത് വീഡിയോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു കളറ്. പിന്നെ ഞാൻ പയറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പയറ് കറി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്ന് ഉച്ചക്കത്തെ കറികൾ. ഏട്ടന് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടന് ഞാൻ ചപ്പാത്തിയും പയറ് കറിയും കൊടുത്തു. അപ്പോൾ ആൾ ചപ്പാത്തി കഴിച്ചുകൊണ്ട് വെക്കുക. ഇനിയിപ്പം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഓഫീസിലേക്ക് പോകണം. മോളും ചോറ് കഴിക്കാൻ വേണ്ടി ചോറെടുത്ത് കൊണ്ടുവന്ന്. അപ്പം ഞാനും കൂടെ കഴിക്കുന്നത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ചോറെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അവളും കൂടെ കഴിക്കുന്നത് കാണിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവാന്ന്. ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മിക്കവാറും അളിയൻസ് അല്ലെങ്കിൽ മറിമായൊക്കെ ആയിരിക്കും കാണുക. അപ്പം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അളിയൻസ്, മറിമായം ഇതൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഞാൻ കണ്ടത് തന്നെയായിരിക്കും വീണ്ടും കാണുന്നുണ്ടാവുക. പക്ഷെ എന്നാലും അത് നല്ല എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് രണ്ടും. അപ്പം ഞാൻ മെല്ലെ ചോറൊക്കെ കഴിച്ചിട്ട് വരാം. ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഓഫീസിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ 6 മണി 6:30 ആവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് എടുത്ത് കഴിക്കുന്നതായിട്ടപ്പോഴും ഇത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അത് അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി പറയണം. രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ട് അവൾ ഉറങ്ങുന്ന ആ ഒരു സമയം അത്ര ശരിയാവുന്നില്ല. ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും അവൾക്ക്. അപ്പം ഞാൻ അവളെ കുറച്ച് സമയം ഉറക്കിയിട്ട് വരാം. അങ്ങനെ അവളെ ഉറക്കി. ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ രാത്രി മിക്കവാറും 10 മണിയൊക്കെ കഴിയും ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്ക് ഞാൻ എങ്ങനെയായാലും ഞാനിവളെ നിർബന്ധിച്ചിട്ട് ഉറക്കാറുണ്ട്. അവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ വെറുതെ വരച്ചൊരു ചിത്രമാണിത്. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് എന്നറിയില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 6 മണിയൊക്കെ ആയപ്പോൾ ഏട്ടൻ വന്നു. പിന്നെ സാധനം എഴുന്നേറ്റു. നമ്മൾ ചായയൊക്കെ വെച്ച് രാവിലത്തെ അടയുണ്ടായിരുന്നു, അതായിരുന്നു ചായൻ്റെ കൂടെ കഴിച്ചത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവാന്ന്. ഈ വഴിയൊക്കെ നിങ്ങൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം അതിൻ്റെ ചളിയും അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചളി വെള്ളവും അഴുക്കും ഒക്കെ ആയിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിലെ കൂടെയൊക്കെ നടക്കുന്ന കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. കാരണം ഫുള്ള് ചളി വെള്ളവും അഴുക്കും ഭയങ്കര ശോചനീയ അവസ്ഥയായിരിക്കും ഈ റോഡൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തി. ഇവിടെ ഫ്രൂട്ട്സ് മാത്രമല്ല, അത്യാവശ്യം പച്ചക്കറികളുണ്ട്. ഇവിടെ പപ്പായുണ്ട്, ആപ്പിളുണ്ട്, പേറുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് ഇവിടെ. പച്ചക്കറികൾ ഇപ്പം വാങ്ങിക്കുന്നില്ല ഞാൻ. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാന്ന്. ഈ നടുക്കുള്ള ഈ സർക്കിൾ കാണുന്നത് ഡ്രെയിനേജാണ്. അങ്ങനെ ഇവിടെ കുറേ
റോഡിൽ അടുത്തടുത്തായിട്ട് കുറേ ഡ്രെയിനേജൊക്കെ കുഴികളുണ്ട്. അത് അടച്ചിട്ടിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ വെച്ചാൽ ഇതിൽ നിറയെ വെള്ളമായിരിക്കും, ചളി വെള്ളമായിരിക്കും. അപ്പോൾ റോഡ് ഫുള്ള് കാണാൻ പറ്റില്ല. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഈ റോഡിലൂടെയൊക്കെ നടക്കുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബോർഡ് കണ്ട, ഇവിടെ മൊമോസും റോള് അങ്ങനെയൊക്കെ വെക്കുന്ന സ്ഥലമായിരുന്നു. അതിപ്പം അടച്ചിട്ടിട്ടാണ് ഉള്ളത്. കാരണം ആരും അവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല, അവർക്ക് കച്ചവടമില്ല. അപ്പോൾ അത് അടച്ചിട്ടിട്ടാണ് ഉള്ളത്. ഈ കോളനിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മൊമോസ് റോളൊക്കെ വെക്കുന്ന കടകൾ, പിന്നെ ഈ തുന്നൽ കടകൾ, ഈ ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ തയ്യൽ കടകളുണ്ട് ഇവിടെ. അതുപോലെ ബ്യൂട്ടി പാർലർ, അതേപോലെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ട്യൂഷൻ സെൻറ്ററുകൾ. ഒരുപാട് ട്യൂഷൻ സെൻറ്ററുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.